സുവാസിനി പൂജ, കന്യകാ പൂജ, മഹാചണ്ഡികാ ഹോമം, ഭക്തി സാന്ദ്രം. പരബ്രഹ്മസ്വരൂപിണിയായ മഹാദേവിയുടെ അനുഗ്രഹത്തിനായി നടത്തുന്ന മഹാപൂജ, അതാണ് മഹാചണ്ഡികാ ഹോമം. കൃഷ്ണ പൃഷ്ഠേ ധരണി ധരണ കിന ചക്രഗരിഷ്ഠേ ധരണി ധരണ കിന ചക്രഗരിഷ്ഠേ ധരണി ധരണ. കണ്ണപുരം മാണിക്യം തറവാട്ടിൽ നടന്ന മഹാചണ്ഡികാ ഹോമത്തിന് പുലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി സുബ്രഹ്മണ്യ അടികയുടെ നേതൃത്വത്തിലുള്ള അർച്ചകരാണ് കാർമ്മികത്വം വഹിച്ചത്. ജയ ജഗദീശ ഹരേ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ. മനുഷ്യജീവിതത്തിൻ്റെ 4 ലക്ഷ്യങ്ങളായ പുരുഷാർത്ഥം കൈവരിക്കാൻ നമ്മെ സഹായിക്കുന്നതിന് ചണ്ഡികാദേവിയുടെ പ്രീതി വേണം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ കൈവരിച്ചാൽ മാത്രമേ ഒരു മനുഷ്യജന്മം പൂർണ്ണമാവുകയുള്ളൂ. ഇത് സാധ്യമാകണമെങ്കിൽ ആദിപരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകണം. ഹരേ കൃഷ്ണ ധരണി തവ ലഗ്ന ശശിനി കളമോക കളേവനി മഗ്ന ശശിനി കളങ്ക കളേവനി മഗ്ന ശശിനി കളമോക കളേവനി മഗ്ന കേശവാധൃത. കലിയുഗത്തിൽ മനുഷ്യരിലെ ആസുര ശക്തികളെ ഇല്ലാതാക്കണമെങ്കിൽ സാക്ഷാൽ മഹാദേവിയുടെ കൃപ നമ്മിൽ ഉണ്ടാകണം. ശക്തി പരമേശ്വരിയുടെ പൂജയും ഉപാസനയും ഒന്നുകൊണ്ട് മാത്രമേ വർത്തമാനകാലത്ത് നമുക്ക് രക്ഷയുള്ളൂ. അസുര നിഗ്രഹത്തിനായി അവതരിച്ച ദേവി മഹിഷൻ, ശുംഭനിശുംഭൻ, ധൂമ്രലോചനൻ, ചണ്ഡമുണ്ടന്മാർ, രക്തബീജൻ എന്നീ അസുരന്മാരെ നിഗ്രഹിക്കുന്നു. മഹാദേവി, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപിണിയായ ആദിപരാശക്തിയാണ് ശ്രീ മൂകാംബിക ദേവി, അതായത് സാക്ഷാൽ ചണ്ഡികാ ദേവി. ഭുവനൈക മാതാവായ ശ്രീ ചണ്ഡികാദേവിയുടെ ഇഷ്ടപൂജയാണ് ചണ്ഡികാ ഹോമം. അതിബൃഹത്തായ ദേവീ മഹാത്മ്യത്തിലെ പരമപ്രധാനമായ 700 മന്ത്രങ്ങൾ പാരായണം ചെയ്ത് നടത്തുന്ന അതിവിശിഷ്ടമായ ഹോമമാണ് ചണ്ഡികാ ഹോമം. രത്നസിംഹാസനം സമർപ്പയാമി. മഹാഗണപതയേ നമഃ. പാദാരവിന്ദയോഃ പാദ്യം സമർപ്പയാമി. മഹാഗണപതയേ നമഃ. അർഘ്യം സമർപ്പയാമി. മഹാഗണപതയേ നമഃ. ആചമനീയം സമർപ്പയാമി. കാലാന്ധകാരം ദുരിതഭയം ഘനകൃപാലം നമാമി.
वास्तुपुरुष नमस्तेस्तु भूषय्या निरतः प्रभो ग्रहेऽस्मिन् धनधान्यादि वृद्धिं कुरु सर्वदा क्षेत्रबालवास्तोष्पदिभ्यां नमः प्रार्थनां समर्पयामि नमस्करोमि. കണപുരം മാണിക്യം തറവാട്ടിലെ പൊയിൽ കാർത്യായനിയമ്മയുടെ 3ാം ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് മഹാചണ്ഡികാ ഹോമം നടന്നത്. കാർത്യായനിയമ്മയുടെ മൂത്ത മകൻ മധുസൂദനൻ നമ്പ്യാരും ഭാര്യയും മഹാചണ്ഡികാ ഹോമത്തിൻ്റെ യജമാനസ്ഥാനം അലങ്കരിച്ചു. രാവിലെ ശബരിമല മുൻ മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ഗണപതി ഹോമത്തോടുകൂടിയാണ് പൂജാ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് മൃത്യുഞ്ജയ ഹോമം നടന്നു. മഹാചണ്ഡികാ ഹോമത്തിൻ്റെ അവസാന പാദത്തിൽ കന്യകാ പൂജ നടന്നു. തുടർന്ന് സുവാസിനി പൂജയും നടന്നു. ഓം ഗണകരശേ ഗായത്രീ ഛന്ദഃ ശ്രീ മഹാഗണപതേ സദാ ഓം ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം പദാന ശൃണ്വന്നോതിഭിസ്സീദസാദനം ശ്രീ വിഘ്നേശ്വര ഈശ്വരായ നമഃ തദ്വിഷ്ണോഃ പരമം ഭജഗും സദാ പശ്യന്തി സൂരയഃ. സോപാന സംഗീതവും ലളിതാ സഹസ്രനാമ അർച്ചനയും നടന്നു. നക്തം ഭീരുരയം ത്വമേവ ദദിമം രാധേ ഗൃഹം പ്രാപയ നന്ദനിദേശത ചരിതയോ പ്രത്യധ്വകുഞ്ചദ്രുമം രാധാമാധവയോ ജയന്തി യമുനാ ओम शने उत्तम सर्वं शैलीतं महात्मा स्वाहा ओम शक्तादवसं शैलार्यतं भूमलोचनं परन्तक्षेत्रस्तं देवी के शरणागत स्वाहा ओम മംഗളാരതിയോടുകൂടിയാണ് മഹാചണ്ഡികാ ഹോമത്തിന് പരിസമാപ്തി ആയത്. जगदीश हरे हरे कृष्ण
ജയ ജഗദീശ ഹരേ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.